പാനൽ ബോർഡില്ലാതെ വർക്ക് ചെയ്യുന്ന സിംഗിൾ ഫേസ് ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വൈൻഡിങ്ങിനുള്ളിൽ വെള്ളമോ ഓയിലോ ഒഴിക്കാതെ വർക്ക് ചെയ്യുന്ന സിംഗിൾ ഫേസ് പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ക്രോംപ്ടൺ അവതരിപ്പിക്കുന്നു സിംഗിൾ ഫേസ് ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ്. അതിന് പാനൽ ബോർഡ് വേണ്ട, അതുപോലെ തന്നെ കൂളിംഗ് വാട്ടറോ ഓയിലോ വേണ്ട. ഇതാണ് നമ്മൾ പറഞ്ഞ ക്രോംപ്ടന്റെ സി സീരീസിലുള്ള ഏറ്റവും പുതിയ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പ്. നമ്മുടെ പമ്പ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു ഗ്യാരണ്ടി കാർഡ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മള് സാധാരണ പമ്പ് നോക്കുമ്പോൾ, സാധാ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു പാനൽ ബോർഡ് ആയിരിക്കും. ഇവിടെ പാനൽ ബോർഡേ ഇല്ല. അതുപോലെ തന്നെ ഇത് സാധാരണ വരുന്ന ഒരു ബ്ലൂ വെന്റ് ആണ് വരുന്നത്. അപ്പൊ ഈ പമ്പില് വരുന്നത് ഒരു ബ്ലൂ വെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ജോയിന്റ് കിറ്റ് ഉണ്ട്, പിന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. അല്ലാതെ ഇതിനകത്ത് സ്റ്റാർട്ടർ ഒന്നും ഇതിനകത്ത് വരത്തില്ല. ഇത് നമ്മുടെ സാധാരണ മോണോ ബ്ലോക്ക് ഫിക്സ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് പിൻ ആൻഡ് പ്ലഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു 3 വയർ കാണുന്നുണ്ട്. അതിൽ ഈ ഗ്രീൻ കളർ വയർ എന്ന് പറയുന്നത് എർത്തിങ് ആണ്. ഒരു ഫേസ് ന്യൂട്രൽ, ഒരു എർത്തിങ്, ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് പാനൽ ബോർഡിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഹുക്ക് കാണാം. സാധാരണ ഈ ഹുക്കിന്റെ സൈഡിലായിട്ട് നമുക്കൊരു നോട്ട് ഉണ്ടാവും, ഫിൽ വിത്ത് വാട്ടർ എന്നാണെന്നെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് ഫിൽ വിത്ത് വാട്ടർ ഓർ ഓയിൽ എന്ന് നമ്മുടെ എഴുതിയിട്ടുണ്ട്. സാധാരണ എല്ലാത്തിലും വെള്ളം ഒഴിക്കാൻ വേണ്ടി പറയും, എന്നാൽ ഇവിടെ വെള്ളവും ഓയിലും ഒന്നും ഒഴിക്കേണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ഹുക്ക് കാണുന്നത് പമ്പ് നമ്മുടെ തൂക്കി നിർത്താൻ വേണ്ടി, നമ്മുടെ റോപ്പിൽ കെട്ടി നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ 2 ഹുക്കുകൾ. ഇവിടുത്തെ ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസും തന്നെ, ഇപ്പൊ ഇതിന്റെ സ്റ്റഡ് ആയിക്കോട്ടെ, ഇതിന്റെ നട്ട് ആയിക്കോട്ടെ, ഇവിടെ നമ്മുടെ ഈ കേബിൾ ജോയിന്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ 100% SS 304 ഇവിടെ ഇത് ചെയ്തേക്കുന്നത്. അതായത് എത്ര കാലം കഴിഞ്ഞാലും ഈ പമ്പിന്റെ ഈ നട്ടും സ്റ്റഡും ഒന്നും തന്നെ ദ്രവിച്ചു പോകത്തില്ല. അതല്ല, നമ്മൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ ഒരു പോർഷൻ, ഇത് ഫുള്ളി CD കോട്ടഡ് ആണ്. CD എന്ന് പറഞ്ഞാൽ കാഥോഡ് എമിഷൻ ഡെപ്പോസിറ്റ് എന്നാണ്. ഇത് തുരുമ്പെടുത്ത് പോവുകയോ അല്ലെങ്കിൽ ദ്രവിച്ചു പോവുകയോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഓര് പിടിക്കുകയോ അങ്ങനത്തെ യാതൊരുമായ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. പമ്പിൽ നിന്ന് കാസ്റ്റ് അയൺ ദ്രവിച്ചു പോവാത്ത പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പമ്പ് ഒന്ന് ഇത് തുറന്നു നോക്കാം, ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് കവർ. ഇതാണ് ഇതിന്റെ ബാക്ക് കവർ പോർഷൻ. ഇതിന്റെ റോട്ടർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ സ്റ്റേറ്റർ പോർഷൻ ആണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ സ്റ്റേറ്റർ പോർഷൻ. ഇതിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനാമൽ വൈൻഡിങ് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെള്ളവും അതുപോലെ ഓയിലും ഒന്നും വേണ്ടെന്ന് പറയുന്നത്. ഇനാമൽ, ഇത് ഡ്രൈ വൈൻഡിങ് എന്ന് പറയും. ഇനാമൽ ഡ്രൈ വൈൻഡിങ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ റോട്ടർ പോർഷൻ. റോട്ടറിൽ 2 ബെയറിംഗ് ആണ് ഇവിടെ കമ്പനി കൊടുത്തേക്കുന്നത്. ഇതിന്റെ അടുത്തൊരു മെയിൻ സസ്പെൻസ് പോർഷൻ ആണ് ഇതിന്റെ എൻഡ് കവർ. അപ്പൊ ഇതെന്താണ് നമ്മുടെ പാനൽ ബോർഡ് ആവശ്യമില്ല എന്ന് പറയുന്നത്, ഇതിന്റെ എൻഡ് കവറിലാണ് ഇതിന്റെ കപ്പാസിറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അധികം ഓറിങ്സ് ഇതിന്റെ എൻഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. 1, 2, അതുപോലെ 3 ഓറിങ്സ്, 1, 2, 3 ഓറിങ്സ് ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സീലിന്റെ ഉള്ളിൽ ഒരു ഡബിൾ സീലാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലും അതുപോലെ ബാക്ക് സൈഡിലും സീല് ഇത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും കയറാത്ത രീതിയിലുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. സാധാരണ സബ്മേഴ്സിബിളില് ഇവിടെ ബുഷ് ബെയറിംഗ്, ബുഷാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് വാട്ടർ കൂൾഡ് പമ്പിലെല്ലാം ബുഷ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ബെയറിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബെയറിംഗ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് ഫ്രിക്ഷൻ ലോസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. മറ്റ് സാധാ വാട്ടർ കൂൾഡ് പമ്പിനെക്കാളും കറണ്ട് ഉറപ്പായിട്ടും ഈ പമ്പിന് കുറവാണ്. ഇവിടെ ബെയറിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പമ്പ് ഏത് ആംഗിളിൽ വേണം നമുക്ക് വെക്കാൻ പറ്റും. സപ്പോസ് നമ്മൾ ചരിഞ്ഞ് വീഴുന്നാലും ഈ പമ്പ് വർക്ക് ചെയ്യും. ഇതിന് യാതൊരു വിധമായ കംപ്ലൈന്റും വരില്ല. പമ്പിന്റെ ഉള്ളിൽ നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കപ്പാസിറ്റർ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പമ്പ് പുറത്തെടുത്താൽ മാത്രമേ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്രോംപ്ടൺ ഇതിലെ 2 മോഡൽസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. ഒരു 1/2 HP വിത്ത് 21 മീറ്റർ ആണ് അതിന്റെ ഹെഡ്. 1 HP വന്നിട്ട് 28 മീറ്റർ, അതായത് 90 അടി ഹെഡ് കിട്ടുന്ന മോഡലാണ്. അങ്ങനെ 2 മോഡൽസ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് സക്സസ് ആണോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാം. ഇതാണ് ക്രോംപ്ടന്റെ സീവേജ് സബ്മേഴ്സിബിൾ പമ്പ്. STP സീരീസിലുള്ള പമ്പാണ്. ഇത് ഏകദേശം 15 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് സ്ലറി വാട്ടർ അടിക്കാനും അതുപോലെ തന്നെ വേസ്റ്റ് പമ്പ് ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ് ഈ ടൈപ്പ് പമ്പുകൾ. ഈ പമ്പ് 15 വർഷമായിട്ട് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ ഫീൽഡിൽ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സക്സസ് റേഷ്യോയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പമ്പ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഈ പമ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പമ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയിരുന്നു. ഇതിൻ്റെ 3 വയർ നമ്മളൊരു 3 പിൻ ടോപ്പിൽ കൊടുത്തതിന് ശേഷം ഒരു 3 പിൻ സോക്കറ്റിലോട്ട് കൊടുത്തു. ഒരു പവർ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ ഓൺ ചെയ്തപ്പോഴും നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന അതാണ് ഇതിൻ്റെ പെർഫോമൻസ്. നല്ല സൂപ്പർ പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ പറ്റി.
ഈ പെർഫോമൻസിനെക്കാളും ഞാൻ ഞെട്ടിയത് ശരിക്കും ഇതിൻ്റെ കറണ്ടാണ്. 1 HP പമ്പ് ജസ്റ്റ് 5.6 5.6 ആംസ് മാത്രമേ ഇത് കറണ്ട് എടുക്കുന്നുള്ളൂ. കാരണം ഇത് ഫുൾ ലോഡിലാണ് ഇപ്പോൾ ഓടുന്നത്. അപ്പോൾ നമുക്ക് 5.6 ആംസ് മാത്രമേ ഇതിൻ്റെ കറണ്ട് എടുക്കുന്നുള്ളൂ. സാധാരണ 1 HP ഓപ്പൺ വെൽ പമ്പ് ഒരു ഫുൾ ലോഡിലാണെന്നുണ്ടെങ്കിൽ 7.5 മുതൽ 8 ആംസ് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30% കുറവാണ് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഹെഡ് മീറ്ററിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 28 മീറ്റർ ഹെഡ് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പമ്പ് വന്നിട്ട് 90 അടി കറണ്ട് വന്നിട്ട് 5.6 ആംസ് കറണ്ട്. നമ്മുടെ ഈ പമ്പിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കറണ്ട് ചാർജ് ഏറ്റവും കുറവാണ്. മറ്റ് ഏത് ബ്രാൻഡിനേക്കാളും കറണ്ട് ചാർജ് ഇതിനകത്ത് കുറവാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹൈ പെർഫോമൻസ്, നല്ല ഡിസ്ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഏത് ബ്രാൻഡിനേക്കാളും പ്രൈസും കുറവാണ്. ഇനി ഇതിന്റെ പ്രൈസ് പാർട്ടാണ് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മോഡൽസിനേക്കാളും ഒക്കെ റേറ്റ് കുറവാണ്. കാരണം ഇതിനകത്ത് ഇതിന്റെ പാനൽ ബോർഡ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ ബെയറിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബുഷിനേക്കാളും ഒക്കെ റേറ്റ് കുറവാണ്. ഈ പമ്പിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.